നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം വഴിമാറുമോ എന്ന ആശങ്ക. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാകുന്നില്ല. അമേരിക്കയുടെ ഇടപെടൽ സൂക്ഷിച്ചു മതി എന്ന സൂചന സൗദി അറേബ്യ നൽകിയിട്ടുണ്ട്. ചെങ്കടലിലെ പുതിയ സംഭവങ്ങളാണ് ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നത്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ആദ്യം വടക്കൻ ഗസയിലും ഇപ്പോൾ തെക്കൻ ഗസയിലും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു. ആദ്യം വടക്കൻ ഗസയിലും ഇപ്പോൾ തെക്കൻ ഗസയിലും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. 18,000-ലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട്. ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തങ്ങൾ അബദ്ധത്തിൽ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു. ഈ വേളയിലാണ് മറ്റൊരു ഭാഗത്ത് പുതിയ യുദ്ധക്കളം ഒരുങ്ങുന്നത്. ഇസ്രായേലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ ഏത് കപ്പലുകളും ആക്രമിക്കുമെന്നാണ് യമനിലെ ഹൂതി വിമതരുടെ മുന്നറിയിപ്പ്. ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തുന്നത് തടയുന്ന ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നും അവർ പറയുന്നു. ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകണമെന്നും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആവശ്യപ്പെടുന്നു. മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങി. ഇതുവരെ 10 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നു. ചിലതെല്ലാം ഫ്രഞ്ച് സൈന്യം തടഞ്ഞു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ മേഖലയിലുണ്ട്. കൂടാതെ ഇസ്രായേലും യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് അയച്ചു. പക്ഷേ ഇതൊന്നും ഹൂതികളെ പിന്തിരിപ്പിച്ചിട്ടില്ല. അറബിക്കടലിൽ നിന്ന് ചെങ്കടലിലേക്കും അതുവഴി ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്കുപാത പോകുന്നത് യമന്റെ തീരത്തൂടിയാണ്. ബാബുൽ മന്ദീബ് കടലിടുക്കിലൂടെ മാത്രമേ എല്ലാ കപ്പലുകൾക്കും പോകാൻ കഴിയുള്ളൂ. വീതി കുറഞ്ഞ ഈ പ്രദേശം ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. ഹൂതികൾക്ക് ചരക്ക് കപ്പലുകൾ തടയുന്നത് എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം 2 കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. തൊട്ടു പിന്നാലെ 2 പ്രമുഖ കപ്പൽ കമ്പനികൾ സർവീസ് നിർത്തിവെക്കുന്നതായും പ്രഖ്യാപനം നടത്തി. ഡാനിഷ് കമ്പനിയായ മാക്സ്, ജർമ്മൻ കമ്പനിയായ ഹപാക് ലോയിഡുമാണ് സർവീസ് നിർത്തുന്നതായി അറിയിച്ചിരിക്കുന്നത്. യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ എത്തിക്കുന്ന പ്രധാന കമ്പനികളാണിത്. ഇവരുടെ പിന്മാറ്റം യൂറോപ്പിനെ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യം ഉറപ്പു തന്നെ. ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷത്തിന് ലോകം കടക്കവെയാണ് ചരക്ക് ഗതാഗത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഭയത്തിലായ കപ്പൽ കമ്പനികൾ ഇൻഷുറൻസ് തുക ഉയർത്തിയത് അവശ്യവസ്തുക്കളുടെ വില കൂടാൻ കാരണമായേക്കാം. നേരത്തെ അമേരിക്കയുമായും സൗദി സഖ്യവുമായും പോരടിച്ചവരാണ് ഹൂതികൾ. യമനിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് ശരിക്കും ആലോചിക്കണമെന്നാണ് സൗദിയുടെ നിർദ്ദേശം. ഹൂതികൾക്കെതിരായ ആക്രമണം യുദ്ധം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കുവാൻ വഴിയൊരുക്കിയേക്കാം. ഇത് ഗൾഫ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ. ആക്രമിച്ച 2 കപ്പലുകളും ഇസ്രായേലിലേക്ക് പോകുന്നതായിരുന്നുവെന്ന് ഹൂതികൾ പറയുന്നു. എന്നാൽ മറിച്ചുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഹൂതികളുടെ ആക്രമണം ഭയന്ന് ഹെപ്കോ ലോയിഡ് തിങ്കളാഴ്ച വരെയാണ് താൽക്കാലികമായി യാത്ര റദ്ദാക്കിയിരിക്കുന്നത്. എന്നാൽ മേഴ്സ്ക് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്ക് നീക്ക കമ്പനി ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ചെങ്കടൽ വഴി സർവീസ് നിർത്തുന്നതായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിലൊന്നാണ് ചെങ്കടൽ. അതിൽ യമന്റെയും ജിബൂട്ടിയുടെയും അതിനിടയിലൂടെയുള്ള കടലിടുക്കാണ് ബാബൽ മന്ദബ്. 32 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്ന് നേരിട്ട് ഇസ്രായേലിലേക്കും എത്താം. ഈജിപ്തിലെ സൂയിസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കുറുക്കും വഴിയാണിത്. പ്രതിവർഷം 17,000 കപ്പലുകൾ അഥവാ ആഗോള വ്യാപാരത്തിന്റെ 10% ഇതുവഴി കടന്നു പോകുന്നു. ഈ വഴിയില്ലെങ്കിൽ യൂറോപ്പിലെത്താൻ കപ്പലുകൾക്ക് ആഴ്ചകൾ അധികമെടുക്കാം. ദക്ഷിണാഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങി പോകണം. ക്രിസ്മസ് കാലം അടുത്തതോടെ വിപണിയിൽ തിരക്കേറുന്ന സമയമാണ്. ഈ സമയം ചരക്ക് കപ്പലുകൾ സർവീസ് റദ്ദാക്കുന്നതോടെ യൂറോപ്പിൽ സാധനങ്ങളുടെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. ആക്രമണ ഭയം കാരണം കണ്ടെയ്നറുകളുടെ ഇൻഷുറൻസ് തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി പോകുന്ന സകല കപ്പലുകളും ഹൂതികൾ നിരീക്ഷിച്ചാണ് വിട്ടയക്കുന്നത്. ഇസ്രായേലിലേക്കുള്ളവർക്ക് നേരെ ആക്രമണം ഉറപ്പാണ്. 2 ദിവസത്തിനിടെ 3 കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം ലക്ഷ്യം കണ്ടു. 1 മാസത്തിനിടെ ഇസ്രായേലിലേക്കുള്ള 10-ലേറെ കപ്പലുകൾക്ക് ആക്രമണമുണ്ടായി. ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതരാണ് ഹൂതികൾ. യമന്റെ തീരപ്രദേശമടക്കം സുപ്രധാന മേഖലകൾ ഇവരുടെ ഭരണത്തിലാണ്. ഹൂതികൾക്കെതിരെ തിരിച്ചടിക്കുവാൻ US ഉൾപ്പെടെ എല്ലാവരും ഭയക്കുന്നുണ്ട്. ഹൂതികളുമായി സൂക്ഷിച്ച് ഇടപെടാവൂ എന്ന് നേരത്തെ ഇവരുമായി യുദ്ധം ചെയ്ത് സൗദി ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗസ യുദ്ധത്തിന്റെ പേരിൽ യമനിൽ US ഇസ്രായേൽ ആക്രമണം നടന്നാൽ ഗൾഫിലുടനീളം അത് പടരും. ഇതാണ് ഭീതിക്ക് കാരണം. ഇതോടെ ഹൂതികളുടെ ആക്രമണം ചെറുക്കുവാനുള്ള വഴികൾ തേടുകയാണ് US ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അനുകൂല രാജ്യങ്ങൾ. നന്ദി, നമസ്കാരം.